ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇപ്പോൾ നല്ല പൊരിഞ്ഞ മഴയല്ലേ എല്ലായിടത്തും. അപ്പോൾ ഇവിടെ ഇതുവരെ രാവിലെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്തിട്ട്. അങ്ങനെ ഞാനിപ്പോൾ അതൊരു 10 മണിക്ക് ശേഷത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ പുട്ടും പഴയൊക്കെ ആയിരുന്നു, അതൊക്കെ കഴിച്ചു. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ അതേ കുക്കറിലേക്ക് കുറച്ച് പരിപ്പിട്ട് അതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കഷ്ണങ്ങൾ കേട്ടോ, ഒരു 4-5 വെണ്ടക്കായ, ഒരു ചെറിയ പീസും കുമ്പളങ്ങ, ഒരു തക്കാളി, ഒരു സവോള, ചെറിയ 2 പീസ് ക്യാരറ്റ് കേട്ടോ, അത് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഒന്ന് നന്നാക്കി നല്ലപോലെ തന്നെ കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പരിപ്പിലേക്ക് കേട്ടോ. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് പുളിയും പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോൾ സാമ്പാർ കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ഇതാക്കിയതിന് ശേഷം എല്ലാതും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിതിപ്പോൾ 2 വിസിലടിച്ചെടുക്കുന്നുണ്ട്. 2 അല്ല കേട്ടോ, 1 വിസിലടിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതെന്താ പറയുക, വെണ്ടക്കായൊക്കെ ഒരുമിച്ചിട്ട കാരണം കൊണ്ട് തന്നെ 1 വിസിലടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ ഇപ്പോൾ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിന് ഞാൻ ഒരു ചട്ടിയിലാണ് താളിച്ചെടുക്കുന്നത്. അതിൽ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കടുക് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വറ്റൽമുളകൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ സാമ്പാർ വറുത്തരച്ചൊന്നല്ല വെക്കുന്നത്, വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടുള്ളൊരു ചെറിയൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് സാമ്പാറൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സാമ്പാറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാമ്പാറിന് നല്ലൊരു കട്ടി ഉണ്ടാവും കേട്ടോ, നല്ല കൊഴുപ്പുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ നോക്കിയപ്പോൾ സാമ്പാറൊക്കെ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുകളിൽ. മല്ലിയില സാമ്പാറിലിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോൾ സാമ്പാറിൽ കണ്ട മല്ലിയില ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ, ചെയ്യാത്തവർ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കണ്ട വെണ്ടക്കായ ഒന്നും കലങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, 1 വിസിലടിച്ച കാരണം കൊണ്ട് തന്നെ. എന്നാൽ സാമ്പാർ നല്ല കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സാമ്പാർ ഇവിടെ ഇറക്കി വെച്ച് അതിൻ്റെ ശേഷം ഞാൻ ഇപ്പോൾ പപ്പടം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പപ്പടം പൊരിക്കാനായിട്ട് ഞാനിപ്പോൾ ഇതേപോലെ ചെറിയ പീസായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കത്രി ഉണ്ടെങ്കിൽ കത്രി കൊണ്ട് ആക്കിയെടുക്കാം. പക്ഷേ കത്രി കാണാത്ത കാരണം ഞാൻ ഇപ്പോൾ ഒരു 3-4-5 പപ്പടം ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ കത്തി വെച്ചിട്ടാണ് കേട്ടോ ചെറിയ പീസാക്കി എടുക്കുകയാണ്. നമുക്ക് കൈ വെച്ചിട്ട് വേണമെങ്കിൽ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കത്തി വെച്ചിട്ടാക്കിയത്. എന്നിട്ട് എണ്ണ ചൂടായതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് കുറേശ്ശെ പപ്പടം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ. മക്കൾ സ്കൂളിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ഇങ്ങനെയാണ് ഞാൻ റെഡിയാക്കി കൊടുക്കാറ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും വേണ്ട, അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പപ്പടം മതി കേട്ടോ. പിന്നെ സോയാബീനാണ് വറുത്ത് കൊടുക്കാറ്. ഇതേപോലെ തന്നെ ചെറിയ സോയാബീനാണ് കേട്ടോ ഞാൻ മേടിക്കുക. വലുത് ഇവിടെ മക്കൾക്ക് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ പപ്പടമൊക്കെ വറുത്ത് കോരി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറുണ്ണാനൊക്കെ സമയത്തേക്ക് നമുക്ക് റെഡി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആ സമയത്ത് വറക്കാനായിട്ടിരിക്കണം. അപ്പോൾ ഇതേപോലെ അങ്ങനെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ തണുത്ത് പോവില്ല, നമുക്ക് കുറേശ്ശായിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 2 നേരത്തേക്കുള്ളതാണ് കേട്ടോ, വൈകുന്നേരത്തേക്കും ഉച്ചയ്ക്കും കൂടി ഉള്ളതാണ് കേട്ടോ. ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ വൈകുന്നേരത്തേക്ക് കിട്ടാറില്ല, അപ്പം തന്നെ കാലിയാവും കേട്ടോ. ഉച്ചയ്ക്ക് തന്നെ നോക്കാം. പിന്നെ ഞാനിപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് അമൃതപ്പൊടിയുടെ കാര്യം ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് എനിക്ക് നോമ്പൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇവൾക്ക് എന്താ നോമ്പൊന്നും ഇല്ലാത്തതെന്ന്. അപ്പോൾ എൻ്റെ നോമ്പ് പോയിരിക്കുകയാണ്, എനിക്ക് നോമ്പ് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ കിണ്ണത്തപ്പം ഞാനിപ്പോൾ കലക്കി റെഡിയാക്കിയത് ഇതിൽ വെച്ചിട്ടുണ്ട്, പുഴുങ്ങിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആവിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിൽ കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് പാൽ ചായയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇന്ന് പാൽ ചായ കേട്ടോ, ഇന്ന് പാൽക്കാപ്പി അല്ല കേട്ടോ. ദിലുവിന് പാൽക്കാപ്പി ഇഷ്ടമല്ല. അപ്പോൾ ഇന്ന് ദിലു പറഞ്ഞു പാൽ ചായ മതിയെന്ന്. അപ്പോൾ ഞാനും കുടിക്കാമെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴേക്ക് ചായ കുടിക്കുള്ളൂ, അങ്ങനെ സ്ഥിരം ചായ കുടിക്കുന്ന ആളൊന്നല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കിണ്ണത്തപ്പക്കായി ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് റെഡി ആവണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. കുഞ്ഞൊരു വീഡിയോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.